ദിലീപിന്റെ സിനിമയായിട്ടുള്ള ഭയം ഭക്തി ബഹുമാനം നാളെ റിലീസിംഗ് ആണ്. പക്ഷേ ഈ സിനിമ ഇറങ്ങും മുന്നേ തന്നെ ഞങ്ങൾ ഈ സിനിമ പൊട്ടിച്ചിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമ കാണില്ല, ഈ സിനിമ ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് പിറകെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ് ദിലീപിന്റെ കേസ്. അതിന്റെ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ റിലീസിങ്ങിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് ഈ സിനിമ ബഹിഷ്കരിക്കണം. നമ്മുടെ ലാലേട്ടൻ തന്നെ ഈ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും അതിനെതിരെ പോലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഒരു ഇതല്ല. അതിന് പിന്നിൽ നിരവധി പേരുടെ അധ്വാനങ്ങളുണ്ട്. ആ അധ്വാനത്തെ നമ്മളെല്ലാവരും മാനിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോടതി തെളിവുകൾ പോലും ഇല്ലാത്ത ഒരു കേസിൽ വെറുതെ വിട്ട വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് എതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കാം. പക്ഷേ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ കോടതി അയാളെ ഒരു തരത്തിലും ശിക്ഷിക്കില്ല. നിലവിൽ ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ പടത്തെ എന്തിന്റെ ഉദ്ദേശത്തിലാണ് ബഹിഷ്കരിക്കേണ്ടത് അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ലാലേട്ടനെ കുറ്റം പറയുന്നത്, ലാലേട്ടൻ ഈ പടത്തിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു, ലാലേട്ടൻ ഈ പടത്തിന് പോസ്റ്റർ ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു. ലാലേട്ടന്റെ ജോലി എന്ന് പറയുന്നത് അഭിനയമാണ്. അത് അയാൾ വൃത്തിക്ക് ചെയ്യുന്നുമുണ്ട്. ദിലീപിന്റെ കൂടെ അഭിനയിച്ചത് കൊണ്ട് ലാലേട്ടൻ എന്തോ അപരാധം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഏത് ലോകത്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പടത്തെ പടമായിട്ട് കാണണം, അല്ലാതെ അതിൽ വേറൊരു തരത്തിൽ കാര്യങ്ങൾ കുത്തിക്കയറ്റുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും ഇതിന്റെ ബുക്കിംഗ് ഒന്ന് കണ്ടു നോക്കണമായിരുന്നു. ഏത് തരത്തിലുള്ള ലെവലിലാണ് ഇതിന്റെ ബുക്കിംഗ് അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ബുക്ക് മൈ ഷോയിലെ ആ ഒരു ട്രെൻഡിങ് ലെവൽ കയറി പോയത് എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഈ പടത്തിന്റെ ഹൈപ്പ് ഏത് ലെവലാണെന്നുള്ളത്. അതുപോലുള്ള ഹൈപ്പ് ഉണ്ട്. ബുക്കിംഗ് ഒക്കെ അജാതി ബുക്കിംഗ് ഈ സിനിമയ്ക്ക് ഇതുവരെയും ആയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പടത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, പടം കൊല്ലത്തൂക്ക് കളക്ഷൻ കയറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ചും ലാലേട്ടനുണ്ട്, ദിലീപ്, അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ ഒരു താരനിര തന്നെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെയുള്ള ഹൈപ്പ് ഈ പടത്തിനുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, നല്ല പടമാണെങ്കിൽ പടം വിജയിക്കണം. ഇനി ഒരു ഇതുമല്ല, നല്ല പടമാണെങ്കിൽ പടം വിജയിക്കണം. അതല്ലാതെ തട്ടുപൊടുപ്പ് പടമാണ്, എന്തെങ്കിലും തരത്തിലുള്ള ലൊട്ടിലൊടുക്ക് പടമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പടം പൊട്ടും. അത് ഇനി ലാലേട്ടനല്ല, ദിലീപല്ല, ഇനി ആര് വന്ന് അഭിനയിച്ചാലും പടം പൊട്ടും. അതൊരു സംശയമില്ല. പക്ഷെ നല്ല പടത്തിനെ പരാജയപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുന്നത് ചെറ്റ പരിപാടിയാണ്. അതിൽ ഒരു സംശയമില്ല. അതിലാരും തന്നെ കൂട്ടി നിൽക്കാനും പാടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർ പോലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാം. കാരണം കാണാനായിട്ട് മൈൻഡ് ഇല്ലാത്തവരെ പോലും എന്നാ പിന്നെ ഈ പടം ഒന്ന് കണ്ടേക്കാം എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചിലരൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പടം നാളെ റിലീസാണ്. പടം കണ്ടിട്ട് ആ പടം കൊള്ളാമെങ്കിൽ കൊള്ളാം, അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ പടത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകും. പക്ഷെ കൊള്ളാവുന്ന ഒരു പടത്തെ മനഃപൂർവ്വം ദിലീപിനോടുള്ള ദേഷ്യം വെച്ചുകൊണ്ട് അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ആ പടം മാക്സിമം ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നവരുണ്ടെങ്കിൽ അത് മഹാപോക്രിത്തരം മാത്രമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനത്തെ പോക്രിത്തരം പരിപാടി കാണിക്കുന്നവർ ശുദ്ധ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ളവരെ അംഗീകരിക്കുക പോലും ചെയ്തുകൂടാ എന്നുള്ളത് വാസ്തവമാണ്. ആദ്യം പടമൊന്നും ഇറങ്ങട്ടെ. നല്ല പടമാണെങ്കിൽ ഇനിയിപ്പോ ഉള്ള ഹൈപ്പ്, ആ ഹൈപ്പ് ഡബിൾ ആവുകയുള്ളൂ എന്ന സംശയമില്ല. പടം നല്ലതാണെങ്കിൽ സോ നല്ല രീതിയിലുള്ള കളക്ഷൻ ആ ഒരു രീതിയാണ് ഈ കയറും. അതല്ല ഈ ഹൈപ്പിൽ വന്നുകൊണ്ട് പടം ഒരു കുന്തവും ഇല്ലാത്തതാണെങ്കിൽ 8 നിലയെ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷെ നല്ല പടമാണെങ്കിൽ അത് വിജയിക്കുക തന്നെ വേണം, അതിൽ ഒരു സംശയവുമില്ല. അതിനെ മനഃപൂർവ്വം പൊട്ടിക്കാൻ അല്ലെങ്കിൽ അത് കാണത്തില്ല അല്ലെങ്കിൽ അതിനെ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ കുറച്ച് വിയർക്കും എന്നതിന്റെ തെളിവാണ് ഈ പടത്തിന്റെ ബുക്കിംഗ് എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നാളെ കുറെ പേർക്ക് കുരു പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ പടം വിജയിച്ചു കഴിഞ്ഞാൽ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ ദിലീപിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ഈ പടം നെക്ക് വല്ലതും ആണെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവർക്ക് ആഘോഷരാവായിരിക്കും. അതോടൊപ്പം തന്നെ ദിലീപിന് കഷ്ടകാലം വിട്ടു മാറിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഒരു ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഒരു വമ്പൻ കംബാക്ക് നടത്താൻ പറ്റിയ ഒരു പടം അത് ക്ലിക്കായില്ല എന്നുണ്ടെങ്കിൽ ദിലീപിന്റെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് അത് മാറുമെന്ന കാര്യവും ഉറപ്പാണ്. എന്തായാലും കാത്തിരിക്കാം, എന്തായിരിക്കും നാളെ വലിയ വിജയമായി ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന സിനിമ മാറുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.